നമ്മുടെ ഈ കാട് ആകെ ശോകമാണ്. ജീവിക്കാൻ പോലും നമ്മൾ എത്ര കഷ്ടപ്പെടേണ്ടി വരുന്നു. അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഭക്ഷണം കണ്ടുപിടിക്കാൻ നമ്മൾ എത്ര പാടുപെടുന്നു. അടുത്തുള്ള കാട്ടിൽ വേട്ടയാടാൻ പോയാൽ അവിടുത്തെ പക്ഷികളും മൃഗങ്ങളും നമ്മളെ കണ്ട് എത്ര കുറ്റമാണ് പറയുന്നത്. ഈ കാര്യത്തിൽ മിട്ടുതത്ത മാത്രമേ ഭാഗ്യവാനുള്ളൂ. ഇവന് ഭക്ഷണം തേടി പോകണ്ടല്ലോ. പച്ചമുളക് ഇവിടെ തന്നെ കിട്ടുമല്ലോ. ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തിലെ പരാതികൾ പരസ്പരം പറഞ്ഞതിനു ശേഷം എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. മിറ്റു മലമുകളിൽ പോയി ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ആഴമായ ചിന്തയിൽ മുഴുകി. ആ സമയത്ത് ആകാശത്തെന്തോ തിളങ്ങുന്നത് അവൻ കണ്ടു. അല്ല, ഇതെന്താ? ഇതൊരു ഉൽക്കയാണോ? അവൻ കണ്ണുകൾ അടച്ചു. എന്നിട്ട്, ദൈവമേ, എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. എനിക്കൊരു ശക്തി കിട്ടണം. അത് വെച്ച് കാട്ടിലെ എല്ലാവരുടെയും കഷ്ടപ്പാട് മാറ്റാൻ പറ്റണം. അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആ നക്ഷത്രം താഴെ ഭൂമിയിലേക്ക് വരുന്നത് കണ്ടു. അല്ല, ഇതെന്താ? തത്ത വേഗത്തിൽ പറന്ന് അവന്റെ അടുത്തെത്തി. ഹായ്, നീ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആരാണ് നീ? ഞാനൊരു യൂണിക്കോണാണ്. മാന്ത്രിക ലോകത്ത് ജീവിക്കുന്ന കുതിര. അപ്പോൾ ഞാൻ നക്ഷത്രമാണെന്ന് കരുതിയത് നിന്നെയായിരുന്നോ? അതെ, അത് ഞാൻ തന്നെ. നീ പ്രാർത്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ തോന്നി. ഈ സ്വാർത്ഥരായവർക്കിടയിൽ ആരാണിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഓ, അതാണോ കാര്യം? ഞാൻ കരുതി എൻ്റെ ആഗ്രഹം നടക്കുമെന്ന്. സാരമില്ല യൂണിക്കോൺ, നിന്നെ കണ്ടതിൽ സന്തോഷം. ഞാൻ ആകാശത്തു നിന്ന് വന്നത് നിന്നെ കാണാൻ മാത്രമല്ല, എൻ്റെ ആഗ്രഹം നടത്താൻ കൂടിയാണ്. ഇത് കേട്ട് മിറ്റുവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. നിനക്ക് വേണ്ടത് എന്നോട് ചോദിക്കാം. നന്ദി യൂണിക്കോൺ. എനിക്കൊരു വരം തരൂ. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് അപ്പം തന്നെ എൻ്റെ മുന്നിൽ വരണം. ശരി, അങ്ങനെ തന്നെ നടക്കും. നിന്റെ മന്ത്രം ഇതാണ്: ആബ്രക ദാബ്ര. യൂണിക്കോണിന്റെ കൊമ്പിൽ നിന്ന് വെളിച്ചം വന്ന് മിറ്റുവിന്റെ മേൽ വീണു. പക്ഷെ ശ്രദ്ധിക്കണം, നിനക്ക് ഈ വരം ഒരു ദിവസം 2 തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, കേട്ടല്ലോ? ശരി, ഞാൻ ഓർത്തോളാം. ഇതു പറഞ്ഞ് യൂണിക്കോൺ ചിരിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറന്നുപോയി. പിറ്റേന്ന് രാവിലെ മീനു കുറുക്കൻ കാടിന്റെ അതിർത്തിയിലേക്ക് പോവുകയായിരുന്നു. ഇത്ര നേരത്തെ എഴുന്നേൽക്കണം. ഇനി വേറെ കാട്ടിൽ പോകണം. അവിടെ കഷ്ടപ്പെട്ട് വേട്ടയാടി ഭക്ഷണം കണ്ടുപിടിക്കണം. ആ സമയത്ത് മിറ്റുവും അവിടെ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഹേയ് മീനു, നീ വല്ലാതെ വിഷമത്തിലാണല്ലോ. ഇന്ന് ഞാൻ നിന്നെ സഹായിക്കട്ടെ? നിനക്ക് എന്നെ എന്ത് സഹായിക്കാൻ പറ്റും മിറ്റു? എനിക്ക് പറ്റും. ആബ്രക ഡാബ്ര. മീന് കുറുക്കന് വേണ്ടി ഒരു വലിയ ഇറച്ചി കഷ്ണം ഇപ്പോൾ ഇവിടെ വരട്ടെ. അത് പറഞ്ഞതും ഒരു വലിയ ഇറച്ചി കഷ്ണം അവിടെ വന്നു. അത് കണ്ട് മീനുകുറുക്കൻ വളരെ സന്തോഷിച്ചു. അടിപൊളി, നിനക്ക് ഒത്തിരി നന്ദി. മീനുകുറുക്കൻ ആ ഇറച്ചി നല്ലപോലെ കഴിച്ചു. അത് കണ്ട് മിറ്റുവിന് വളരെ സന്തോഷം തോന്നി. മിട്ടു മരക്കൊമ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആന, ബഗീര, സീബ്ര എന്നിവർ അവന്റെ അടുത്ത് വന്നു. മിട്ടു, നീ ഞങ്ങളെ ഒന്ന് സഹായിക്ക്. പിന്നെന്താ, എന്ത് സഹായമാണ് വേണ്ടത്? എനിക്ക് കരിമ്പ് തിന്നാൻ കൊതിയാവുന്നു. നീ എനിക്ക് വേണ്ടി കരിമ്പ് സംഘടിപ്പിച്ചുതാ. ശരി, ഞാൻ ചെയ്യാം. ഇത് പറഞ്ഞ മിട്ടു അവന്റെ മാജിക് ഉപയോഗിച്ചു. ഉടനെ അവിടെ കുറേ കരിമ്പ് വന്നു. ഇനി എൻ്റെ ഊഴം മിട്ടു. എനിക്ക് ചീരയില തിന്നാൻ തോന്നുന്നു. എനിക്ക് വേണ്ടി ചീരയില കൊണ്ടുപോവാ. പിന്നെ എനിക്കൊരു ആട്ടിറച്ചി വേണം. അതുകൊണ്ടുതാ. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, എനിക്ക് ഒരു ദിവസം 2 പേരുടെ ആഗ്രഹം മാത്രമേ നടത്താൻ പറ്റൂ. അയ്യോ, അപ്പോൾ നാളെ വരെ പട്ടിണി കിടക്കണം. ഞാൻ ഇനി ഭക്ഷണം തേടി പോയാൽ 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ എടുക്കുമെങ്കിൽ നീ എന്തിനാ മാജിക്കിലൂടെ ഭക്ഷണം ചോദിക്കുന്നത്? അത്രയും അധ്വാനം ചെയ്തൂടെ? വേണ്ട, ഞങ്ങൾ 2 പേരും നാളെ വരാം. നീ നാളെ ഞങ്ങളുടെ കാര്യം നടത്തണം കേട്ടോ. ശരി.
പിറ്റേന്ന് രാവിലെ മിറ്റു ഉറക്കം ഉണർന്നിരുന്നില്ല. അപ്പോഴേക്കും മിട്ടു രാജാ, വേഗം എഴുന്നേൽക്ക്, വിശന്നിട്ട് വയ്യ. അല്ല, ആരാണ് രാവിലെ തന്നെ? മിറ്റു നോക്കിയപ്പോൾ കുറെ മൃഗങ്ങളും പക്ഷികളും അവന്റെ മുന്നിൽ നിൽക്കുന്നു. അയ്യോ, നിങ്ങളെല്ലാവരും ഉണ്ടോ? അതെ മിട്ടു, നീ എല്ലാവരെയും സഹായിക്കുമല്ലേ? അപ്പോൾ എന്നെയും സഹായിക്ക്. എൻ്റെ 3 കുട്ടികൾക്കും ഗർഭിണിയായ ഭാര്യയ്ക്കും കഴിക്കാൻ കുറച്ച് ക്യാരറ്റ് തരൂ. ശരി, ഞാൻ ചെയ്യാം. മിറ്റു മാജിക് ഉപയോഗിച്ച് കുറെ ക്യാരറ്റ് വരുത്തി. മിട്ടു, എനിക്ക് കുറേ പയം വേണം. അവൻ എനിക്ക് വാഴപ്പഴം കൊണ്ടുവന്നു. എനിക്ക് ചീര, ഞാൻ ഇന്നലെ മുതൽ കാത്തിരിക്കുകയാണ്. എനിക്ക് ആട്ടിറച്ചി, ഞാൻ ഇന്നലെ മുതൽ കാത്തിരിക്കുവാണ്. എനിക്കൊരു പൂച്ചയുടെ ഇറച്ചി വേണം. എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ പറയാൻ തുടങ്ങി. അയ്യോ നിക്ക്, എനിക്ക് ഇത്രയും ആഗ്രഹങ്ങൾ നടത്താൻ പറ്റില്ല. ഒരു ദിവസം 2 എണ്ണമേ പറ്റൂ. അതെ, അപ്പോൾ ആദ്യം എൻ്റെ കാര്യം നടക്കും. അല്ല, എൻ്റെ നടക്കും. രാവിലെ ആദ്യം ഞാനാണ് ഇവിടെ വന്നത്. അല്ല, എൻ്റെ നടക്കും. ഞാൻ ഇന്നലെ മുതൽ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ എല്ലാവരും പരസ്പരം വലിയ വഴക്കായി. ഇത് കണ്ട് മിറ്റു വിഷമിക്കുകയും ചെയ്തു. അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കിരുന്നത്? എല്ലാവരും തമ്മിൽ തല്ലുകൂടുന്നത് കണ്ട് മിറ്റു ആലോചനയിലായി. ശരി, നാളെ മുതൽ ആരാണോ ആദ്യം വരുന്നത് അവരുടെ ആഗ്രഹം മിട്ടു നടത്തിത്തരും. അതെ, അങ്ങനെ ചെയ്യാം. ഇനി എല്ലാവരും വഴക്ക് നിർത്തിയിട്ട് വീട്ടിൽ പോകൂ. എല്ലാ പക്ഷികളും മൃഗങ്ങളും അവരവരുടെ വീടുകളിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ വീണ്ടും മിറ്റു കണ്ണു തുറന്നു. മിട്ടു എൻ്റെ ആഗ്രഹം നടത്തും. ഞാൻ ആദ്യം വന്നു. അല്ല, എൻ്റെ നടത്തും. ഞാൻ നിനക്ക് മുൻപേ ഇവിടെ എത്തി. അല്ല, ആദ്യം എൻ്റെ നടത്തണം. ഇവിടെ എന്താ കോൾ സെന്റർ തുറന്നിട്ടുണ്ടോ? നീ വെയിറ്റിംഗിലിരിക്കാൻ. ആദ്യം എൻ്റെ കാര്യം നടക്കും. നിങ്ങളിങ്ങനെ വഴക്കിട്ട ഞാൻ എങ്ങനെ നിങ്ങളുടെ കഷ്ടപ്പാട് മാറ്റും? പതുക്കെ പതുക്കെ എല്ലാ മൃഗങ്ങളും അവിടെ കൂടി. എല്ലാരും തമ്മിൽ അടിയായി. ഇപ്പോൾ ദിവസവും ഇങ്ങനെയാണ് മിറ്റു എഴുന്നേൽക്കുന്നത്. മൃഗങ്ങൾ മിറ്റുവിന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉറങ്ങാൻ തുടങ്ങി. എന്നാൽ അല്ലെ രാവിലെ തന്നെ അവനെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റൂ. മിറ്റു ഇത് കാരണം വളരെ വിഷമത്തിലായി. അവൻ ആ മലമുകളിൽ പോയി യൂണിക്കോണിനെ ഓർത്തു. മിട്ടു, എങ്ങനെയുണ്ട് നിനക്ക്? ഞാൻ വരം ചോദിച്ചത് എല്ലാവരുടെയും കഷ്ടപ്പാട് മാറ്റാനായിരുന്നു. പക്ഷേ മൃഗങ്ങളെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ തീർക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. മുൻപ് അവരെല്ലാം സ്വന്തമായി വേട്ടയാടിയും ഭക്ഷണം തേടിയും ജീവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും എന്നെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നിനക്ക് എന്താണ് വേണ്ടത്? ഇത് കേട്ട് മിറ്റു ഒന്ന് ആലോചിച്ചു തലതാഴ്ത്തി. പിറ്റേന്ന് രാവിലെ എല്ലാ മൃഗങ്ങളും വീണ്ടും മിറ്റുവിന്റെ അടുത്ത് വന്നു. മിട്ടു, ഇന്ന് നീ എന്റെയും കൊക്കിന്റെയും ആഗ്രഹം നടത്തണം. അല്ല, ആദ്യം എന്താ നടത്തണം? വഴക്ക് വീണ്ടും തുടങ്ങുന്നതിനു മുൻപേ മിറ്റു പറഞ്ഞു. പ്രിയപ്പെട്ട മൃഗങ്ങളെ, എൻ്റെ കാര്യം കേൾക്കൂ. നിങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടാണ് ഞാൻ ആ വരം ഉപയോഗിച്ചത്. പക്ഷേ നിങ്ങളെല്ലാം അധ്വാനിക്കുന്നത് തീർത്തും നിർത്തിക്കളഞ്ഞു. അത്യാവശ്യങ്ങൾക്കായി ഞാൻ വാങ്ങിയ വരം നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് കേട്ട് മൃഗങ്ങളെല്ലാം പരസ്പരം നോക്കാൻ തുടങ്ങി. എനിക്ക് വരം തന്ന യൂണിക്കോൺ അത് തിരിച്ചെടുത്തു. കാരണം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പണിയെടുക്കാത്തത് എൻ്റെ തെറ്റാണെന്നാണ്. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും അവരുടെ തെറ്റു മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാണ് മിട്ടു. ഞങ്ങൾ ആകെ മടിയന്മാരായിപ്പോയി, വെറും മടിയന്മാർ. ഇന്നു മുതൽ ഞങ്ങൾ വീണ്ടും അധ്വാനിക്കാൻ തുടങ്ങാം. ഞങ്ങളുടെ തെറ്റ് കാരണം നിന്റെ ശക്തി പോയതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. സാരമില്ല സുഹൃത്തുക്കളെ, നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറായതിൽ എനിക്ക് സന്തോഷമുണ്ട്.
ഇപ്പോൾ എല്ലാ മൃഗങ്ങളും സ്വയം ഭക്ഷണം തേടി പോകാനും വേട്ടയാടാനും തുടങ്ങി. ആരും അവരുടെ ജീവിതത്തെക്കുറിച്ച് പരാതി പറഞ്ഞില്ല. എല്ലാവരും സന്തോഷത്തിലായി. ഒരു വൈകുന്നേരം ടീനു കുരുവിയുടെ കുഞ്ഞു കൂട്ടിലിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്തു പറ്റി കുഞ്ഞേ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അമ്മ ഭക്ഷണം തേടി പോയതാണ്, ഇതുവരെ വന്നില്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നു. മിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണുകൾ അടച്ചു. ആബ്രക ഡാബ്ര. ഇത് പറഞ്ഞതും കൂട്ടിൽ ഒരു ആപ്പിൾ വന്നു. ആഹാ, ഒരു ആപ്പിൾ! കുഞ്ഞത് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ടീനു കുരുവിയും അവിടെ എത്തി. ഇതെന്താ, എന്റെ കുഞ്ഞ് ആപ്പിൾ തിന്നുന്നോ? ദൈവത്തിന് നന്ദി. വെറും കൈയോടെ വന്നാൽ കുഞ്ഞിന് എന്ത് കൊടുക്കുമെന്നോർത്ത് വിഷമിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഈ ആപ്പിൾ നിനക്ക് എവിടുന്ന് കിട്ടുമിട്ടു? എന്റെ വരത്തിന്റെ മാജിക്കിലൂടെ. അതിന്റെ അർത്ഥം നിന്റെ ശക്തി നിന്റെ കയ്യിൽ തന്നെയുണ്ടെന്നാണോ? അതെ, സത്യത്തിൽ ഇനി ഞാൻ കഷ്ടപ്പാടുള്ളവരെ മാത്രമേ സഹായിക്കൂ, അതും രഹസ്യമായി. കാരണം ആരും എന്നെ ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ശക്തി പോയി എന്ന് ഞാൻ കള്ളം പറഞ്ഞത്. ഈ കാര്യം ആരോടും പറയരുത്. ഇത് കേട്ട് ടീനു കുരുവി തലയാട്ടി സമ്മതിച്ചു. പക്ഷെ അപ്പോഴേക്കും കുറുക്കൻ അവിടെ എത്തി. മിട്ടുവിന്റെ ശക്തി തിരിച്ചു കിട്ടിയോ? ഇനി നമുക്കാർക്കും പണിയെടുക്കേണ്ടി വരില്ല. ഈശ്വര, ഇവൾ ഇവിടെ എവിടുന്ന് വന്നു? കുറുക്കൻ ആ സമയത്ത് തന്നെ കാട് മുഴുവൻ ഈ വാർത്ത പരത്തി. പിറ്റേന്ന് രാവിലെ എല്ലാ മൃഗങ്ങളും വീണ്ടും മിറ്റുവിന്റെ മുന്നിൽ നിന്ന് അടികൂടുകയാണ്. മിറ്റു മരക്കൊമ്പിലിരുന്ന് ഇവരെ നോക്കുകയായിരുന്നു. ഈ വര എന്റെ ജീവൻ എടുത്തേ അടങ്ങൂ. ആദ്യം എന്റെ ആഗ്രഹം നടക്കും. അല്ല, ആദ്യം എന്റെ. ആദ്യം എന്റെ 3 കുട്ടികളും ഗർഭിണിയായ ഭാര്യയും പട്ടിണിയാണ്.